സീറ്റുകൾ നേടി LDF വീണ്ടും ഭരണത്തിലേറുമെന്ന് പറയുന്നു CPIM. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDFന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല. BJPക്ക് ഇത്തവണയും ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സീറ്റ് എന്ന അവകാശവാദം ഉപേക്ഷിച്ചെങ്കിലും തുടർഭരണം ഉറപ്പെന്നാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. 90 സീറ്റിന് മുകളിൽ നേടി മൂന്നാം വട്ടവും LDF അധികാരം പിടിക്കും. 90 സീറ്റുകളിൽ കൂടുതൽ നേടി കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിണറായി വിജയനെ തന്നെ വീണ്ടും മുന്നിൽ നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തിരിച്ചടിയായില്ല. പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ജനം ആഗ്രഹിച്ചു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം CPIM തീരുമാനിക്കുമെന്നും MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന് മാത്രമല്ല, ഗവൺമെന്റ് തുടരണമെന്നാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത് കൃത്യമായിട്ട് ഫീൽഡിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗം, അധ്വാനിക്കുന്ന സാധാരണ ജനവിഭാഗം, അവരെല്ലാം ഈ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് വോട്ടിങ്ങിലും ശരിയായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു ശതമാനം UDFിലേക്ക് പോയെന്ന് വിലയിരുത്തലുണ്ടെങ്കിലും ഏകീകരണം ഉണ്ടായിട്ടില്ല. BJP ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും നേമത്തും കഴക്കൂട്ടത്തും ജയിക്കാനാകുമെന്നും CPIM കണക്കുകൂട്ടുന്നു. UDFന് നല്ല വിജയമുണ്ടായില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന VD സതീശന്റെ നിലപാടിനോടും MV ഗോവിന്ദന്റെ ഉപദേശമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമാണ്, അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളും. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDFന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്ന് UDFന് അനുകൂല തരംഗമുണ്ടായെന്ന പ്രചാരണവും CPIM തള്ളുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായതെന്നും ഇത് LDFന് അനുകൂലമാകുമെന്നുമാണ് CPIMന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.